ഹലോ, എല്ലാവർക്കും നമസ്കാരം. പഴംപൊരി, പഴം നിറച്ചത് അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഏത്തക്ക റോസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ നമ്മുടെ മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പലഹാരങ്ങളാണ് അല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പഴംപൊരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഐറ്റമാണ്. അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഏത്തക്ക റോസ്റ്റിനായിട്ട് കുറച്ച് സാമ്യമുള്ള ഐറ്റമാണ്. അതിനകത്ത് ഫില്ലിംഗ് ആണെങ്കിൽ ഇത് നമ്മുടെ പുറമെ ഒരു കോട്ടിംഗ് ആണ് വരുന്നത്. അതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പുതിയൊരു ചാനലാണ്. അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ആദ്യം തന്നെ പഴംപൊരിക്കുള്ള ബാറ്റർ ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇടേണ്ട കാര്യമില്ല. നമുക്ക് ആ ഒരു അതിൻ്റെ കോട്ടിങ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പിടുക. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകവും ഈസ്റ്റൊക്കെ ഓപ്ഷനിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് ആ പൊടിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളം ആവശ്യമനുസരിച്ച് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുവാണ്. എന്തായാലും എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഞാനിവിടെ കുറച്ച് കളർ കുറവ് പോലെ തോന്നിയായിരുന്നു, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാരയും ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്തോണം കേട്ടോ. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ മിക്സിങ് കഴിഞ്ഞു. ഇത്രയും ലൂസ് ആവാനേ പാടുള്ളൂ ബാറ്റർ. ഇനിയിപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അന്നേരത്തേക്ക് നമ്മുടെ ആ ഈസ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് പുളിച്ച് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കോട്ടിങ്ങും കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ശർക്കര പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. ഇനി കൈ വെച്ച് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോട്ടിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ സ്പെഷ്യൽ പഴംപൊരിയുടെ മെയിൻ ആൾ. അപ്പം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പഴം ഒന്ന് മുറിച്ചെടുക്കാം. അത്ര നേരം ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 2 നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. സാധാരണ പഴംപൊരിക്ക് നല്ല പഴുത്ത ഏത്തപ്പഴം തന്നെയാണല്ലോ നല്ലത്. ഞാനിവിടെ 2 നല്ല പഴുത്തത് നോക്കി തന്നെ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാം. ഇതുപോലെ അങ്ങ് കീറിയിട്ട് നമുക്ക് അതിൻ്റെ തൊലിയൊന്ന് പെട്ടെന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നടുവേ ഒന്ന് മുറിക്കുവാണ്. നിങ്ങൾക്ക് വലിയ പഴംപൊരിയാണ് ഇഷ്ടമെങ്കിൽ ഒരു പഴം എടുത്ത് നടുവേ ഒന്ന് കീറിയാൽ മതിയോ. ഞാനിപ്പോൾ ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എടുത്തിട്ട് അത് 3 പീസാക്കി എടുക്കുവാണ്. 3 ചെറിയ സ്ലൈസസ് ആക്കി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അതിൻ്റെ കോട്ടിങ്ങിലൊക്കെ മുക്കി കഴിയുമ്പോൾ ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും. ഇതുപോലെ ഒന്ന് കട്ടി കുറച്ചുള്ളൊരു പീസാക്കിയാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ തിക്നെസ് ഉണ്ടോ ഒരു രീതിയിലായിരിക്കും എടുക്കുന്നത്. അപ്പം ഒരു കഷ്ണത്തിൽ തന്നെ നമ്മൾ 3 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് പഴം വെച്ച് എനിക്കിവിടെ 13 പീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാലല്ലോ, നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നീളവും കനമൊക്കെ തീരുമാനിക്കാം. ഞാനിവിടെ ഈ രീതിയിൽ അങ്ങ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഒരു തിക്നെസ്സിലൊക്കെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ. അങ്ങനെ നമ്മുടെ പഴവും കട്ട് ചെയ്ത് നമ്മളെടുത്തു. ഇനിയിപ്പം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു ബാറ്ററും ഒന്ന് ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തിക്നെസ്സും ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി.
ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ സ്പെഷ്യൽ പഴംപൊരിയാണ്. അതാണ് ഈ ഒരു പ്രോസസ്സാണ് അതിനെ സ്പെഷ്യലാക്കുന്നത്. ഒരു പീസ് പഴം എടുക്കുക, ആദ്യം നമ്മുടെ തേങ്ങയിലും ശർക്കരയിലേക്ക് ഒന്ന് മുക്കുക, അത് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുത്തിട്ട് ഇനിയാണ് നമ്മൾ മാവിലേക്ക് മുക്കുന്നത്, ആ ഒരു ബാറ്ററിലേക്ക് മുക്കുക. ഇനി നമ്മൾ നേരെ അത് എണ്ണയിലേക്ക് ഇടുവാണ്. എടുത്ത് നമുക്ക് പതുക്കെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ പഴംപൊരിയെ സ്പെഷ്യലാക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓരോ പീസുകൾ ഇങ്ങനെ മുക്കി നമുക്ക് ആ മാവിലേക്കും കൂടെ ഒന്ന് മുക്കി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പതുക്കെ. ഞാൻ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. ആ തേങ്ങയൊക്കെ നല്ലോണം പിടിപ്പിച്ച് മാവിലും കൂടെ മുക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 4 പീസ് അതുപോലെ സെയിം രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. നമുക്കൊരു സൈഡ് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ ഈ സമയത്ത്. തീ ഒട്ടും കൂട്ടിയിടേണ്ട കാര്യമില്ല, മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഞാനിപ്പോൾ 4 പീസും ഒന്ന് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ സൈഡും കൂടെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നോളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തീ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഈ സമയത്ത്. ഇതാ നമുക്ക് 2 സൈഡും ആ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അതാ ഞാൻ ആ 4 പഴംപൊരി എണ്ണയിൽ നിന്ന് അങ്ങ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 സൈഡും ഒരേപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയതെന്ന് തോന്നുന്നു. അതെന്തായാലും ഞാൻ കഴിക്കുമ്പോൾ കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഞാൻ അന്നേരം പറയാം. ഇനി നമുക്കിത് എണ്ണയൊക്കെ അതിൻ്റെ പോയിട്ടുണ്ട്, നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതൊക്കെ പ്ലേറ്റിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേറൊരു 4 പീസ് ആ തേങ്ങയിലും ശർക്കരയിലും ഒന്നും മുക്കാതെ നേരെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് സാധാ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് നേരെ മാവിലേക്കൊന്ന് മുക്കിയിട്ട് അതും ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാമല്ലോ. അതും ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അത് ഞാൻ കോരിയെടുത്ത് എണ്ണയ്ക്ക് ഒന്ന് കളഞ്ഞിട്ട് അത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മൾ ആ ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ആ മാവ് അതിൻ്റെ ഒരു കോട്ടിങ്ങിൽ ചെറിയൊരു തിളക്കം പോലെ കാണുന്നില്ലേ, അത് ആ ഈസ്റ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് അതും ആ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തു. നമ്മളിവിടെ ആദ്യം തന്നെ ഒരു 8 പീസ് പഴംപൊരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കാണിക്കാം. ആദ്യം നമ്മൾ ആ തേങ്ങയിലും ശർക്കരയിലും നമ്മൾ മുക്കിയിട്ട് പൊരിച്ചെടുത്തതാണ്. രണ്ടാമത്തേത് നമ്മൾ നോർമലായിട്ട് പൊരിച്ചെടുത്ത പഴംപൊരിയാണ്. ഞാൻ നിങ്ങളെ അതിൻ്റെ എത്രമാത്രം അത് ക്രിസ്പി ആണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇതുണ്ടോ, നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഒരെണ്ണം മുറിച്ചും കൂടെ കാണിക്കാം. ഒരെണ്ണം കയ്യിലെടുത്തിട്ട് പതുക്കെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കോട്ടിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. പിന്നെ എൻ്റെ ആ വിരൽ ഡോറിൻ്റെ ഇടയ്ക്ക് പോയതാട്ടോ, അതുകൊണ്ടാണ് ആ വിരലിൻ്റെ നഖം കറുത്തിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, നമുക്കിനി ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചുകൂടെ നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പഴംപൊരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ 2 ടൈപ്പും എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ശർക്കരയിലും തേങ്ങയിലും മുക്കിയതും മുക്കാത്തതും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കരയിലും തേങ്ങയിലും മുക്കിയത് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പി. ഓ സൂപ്പർ. നിങ്ങൾക്ക് ഫില്ലിങ് കാണാൻ പറ്റുന്നുണ്ടോ? ഫില്ലിങ് അല്ല, ഒരു കോട്ടിങ് അത് കാണാനായിട്ടില്ലത്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ. ഉണ്ടോ, അടിപൊളി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ കോട്ടിങ് ഉണ്ടല്ലോ, സൂപ്പറാണ്. ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അറിയാനുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആ ഏലക്കയുടെ ടേസ്റ്റും, ഏലക്കയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് എടുത്തറിയാനുണ്ട്. മധുരമൊക്കെ കറക്റ്റാണ്. പിന്നെ നിങ്ങൾ വാങ്ങിക്കുന്ന പഴത്തിൻ്റെ അനുസരിച്ച് ആ ശർക്കരയുടെ അളവ് ഒന്ന് ശ്രദ്ധിച്ചോളുക, ശർക്കരയുടെ പഞ്ചസാരയുടെ അളവ് ഒന്ന് ശ്രദ്ധിച്ചോളുക. എന്തായാലും നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് കറക്റ്റാണ്. നമുക്കിനി ഇതിൻ്റെ കാര്യം മറന്നുപോയി, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം. എനിക്കിഷ്ടപ്പെട്ട ഇപ്പുറത്തത് തന്നെയാണ്, നമ്മൾ ആദ്യം കഴിച്ചത് തന്നെയാണ്. നമ്മൾ ഈസ്റ്റ് ഇട്ടാണല്ലോ നമ്മുടെ ആ ബാറ്ററി ശരിയാക്കിയത്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു എന്താ കോട്ടിങ് ഇങ്ങനെ വീർത്തിരിക്കുന്നത് കണ്ടോ.
എന്നാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ഈ ശർക്കരയും തേങ്ങയോടൊക്കെ മുക്കി പൊടിച്ചതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ആ, നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക, എങ്ങനെയുണ്ടെന്നുള്ളത്, ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടെ അമർത്തുക. അതിന് ഓൾ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.